ഈ സംഭവം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു അപമാനമാണ്. ഹോം മിനിസ്റ്ററുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ജയിൽ ചാടിപ്പോയ ഷുക്കൂറിനെയും അവന്റെ അനുയായികളെയും കസ്റ്റഡി എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന്. ഷുക്കൂറിനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അവന്റെയും അവന്റെ അനുയായികളുടെ സങ്കേതം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഷുക്കൂറുമായി ബന്ധമുള്ള ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സുരേഷ്. അവന് അവരുടെ സങ്കേതങ്ങളെല്ലാം അറിയാൻ കഴിയും. അവനെ കുറച്ചു ദിവസത്തേക്ക് വിട്ടുതന്നാൽ ഷുക്കൂറിനെയും കൂട്ടരെയും ഞാൻ കസ്റ്റഡിയിലെടുക്കാം. ജയിലിൽ കഴിയുന്ന ഒരാളെ അങ്ങനെ കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. ഷുക്കൂറിനെ കണ്ടുപിടിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല സാർ. മിസ്റ്റർ ജയദേവൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാൻ സ്പെഷ്യൽ പെർമിഷൻ ഞാൻ വാങ്ങിത്തരാം. എന്റെ ശ്രീദേവി കുട്ടി, നീയൻ ചന്ദ്രികേ, എന്റെ മീനാക്ഷി, എന്റെ പൂനന്തില്ലൻ, എന്റെ കോലാപുരി. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് വിളിച്ചുകൂടെ സാറേ? ചില വലിയ വീട്ടിലെ കൊച്ചമ്മമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്ന പോലെ. ഏയ് ഊയ്, എനിക്കേ എന്റെ അച്ഛൻ തുണ്ടിപ്പറമ്പിലാകാനിട്ട് നല്ല പേരുണ്ട്, സുരേഷ്. എഴുന്നേക്ക്. എനിക്കിപ്പോ ഭക്ഷണം ഒന്നും വേണ്ട സാറേ. ഒരു വളിച്ച ചപ്പാത്തി, പൂപ്പല പിടിച്ച റൊട്ടി. ഞാൻ നല്ല 2 പെൺപിള്ളേരെ പടവും കണ്ട് അങ്ങനെ രസിച്ചു കിടക്കായിരുന്നു. സാറത് വന്ന് കുളവാക്കി. അല്ല, ഇതാര്? താറാവ് സാറല്ലേ? ഇൻസ്പെക്ടർ സാറാണല്ലോ. എന്താ സാറേ ഇവിടെ? നിന്നെ ഇറക്കിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ ശിക്ഷ കഴിഞ്ഞു? ഇല്ല, നിന്നെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ജയിൽ ചാടി ഒരുത്തരെ കണ്ടുപിടിക്കണം. വാ, നമുക്ക് പുറത്തേക്ക് വാ. വേറെ പണി നോക്കണ്ട സാറേ, എനിക്ക് മനസ്സില്ല. എന്നെ കോടതി 6 മാസത്തെ ശിക്ഷിച്ചതാ. തല്ലിക്കൊന്നാലും ഞാൻ ഇവിടെ ഇറങ്ങിയല്ല. ഇനിയിപ്പോ അഥവാ വരണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി പറയണം. അധികം സംസാരിക്കണ്ട, പറയുന്നത് കേട്ടാ മതി. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. ഇത് എവിടത്തെ നിയമമാ സാറേ? ജയിൽ പുള്ളിയെ കൂടെ കൊണ്ടു നടക്കണം. മതായങ്ങളായപ്പോ സാറേ, നിന്നെ കൊണ്ടുപോകാനുള്ള പെർമിഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോലീസുകാരും ഇല്ലേ സാറേ? കള്ളന്മാരെ പിടിക്കാൻ കള്ളന്മാരെ തന്നെ ഏൽപ്പിക്കുന്നു. അയ്യേ, കൊള്ളാം. അവനെ പിടിക്കാൻ നിന്റെ സഹായം എനിക്ക് വേണം. അതിനായി കുറച്ചു ദിവസം നീ എന്റെ കൂടെ പുറത്ത് വരണം. വന്നേ തീരൂ. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാലും ഇതൊരു ബോർ ഏർപ്പാടാണ് സാറേ. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇതിനകത്ത് തന്നെ വന്ന് കിടക്കണ്ടേ? അതുകൊണ്ട് സാറ് വേറെ ആളെ നോക്ക്. ഇവനെ നീ അറിയുമോ? ഇവനാണ് ജയിൽ ചാടിയത്. ഇവനാണോ? ഇവനെ പിടിക്കാനാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് ഈ കള്ളക്കഴവറൊന്ന് കണ്ടിട്ട് ഒരു ചെറിയ കാര്യമുണ്ട്. പിന്നൊരു കാര്യം, ഞാൻ വരുന്നതിന് അല്പം ചെലവൊക്കെ ഉണ്ട്. പുറത്തിറങ്ങിയിട്ട് ഞഞ്ഞാ വർത്തനം പറയരുത്. എനിക്ക് ചാപ്പാടിന് ചാപ്പാട്, ഉടുപ്പിന് ഉടുപ്പ്, ഇതൊക്കെ വാങ്ങി തരാൻ പറ്റുമോ? ഞാൻ അല്പം ലാവിഷ് പാർട്ടിയാണ്. എനിക്ക് എന്റേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഏറ്റോ കൊടുകൈ. ഇത് വളരെ ചീപ്പാണ് സാറേ. ഇതിന്റെ കുറച്ചിൽ എനിക്കല്ല, സാറിനാ. ഇപ്പൊ ആര് കണ്ടാലും പറയും പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന IPS ഓഫീസറാണ് ഞാനെന്ന്. അതുകൊണ്ട് വിലങ്ങില്ലാതിരിക്കുന്ന സാറേ നല്ലത്. താൻ വാചകമൊന്നും അടിക്കണം, നടക്ക. അതെ, പുറത്തിറങ്ങിയപ്പോ സ്വഭാവം അറിയല്ലോ. ഇതാണ് പറയുന്ന പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. സാറേ, സാറൊരു കാര്യം മനസ്സിലാക്കണം. വിലങ്ങ് വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ഓടിപ്പോകുന്നില്ല. കേറ് കേറ്. ഇനി വേണോന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഈ വിലങ്ങൊന്നും ഒരു പ്രശ്നമല്ല സാറേ. പൂട്ടിയിട്ടുണ്ട്. ഒന്ന് നിർത്തിക്കാം സാറേ, ഒന്ന് നിർത്തിക്ക. എന്താണോ? സാറ് കണ്ടോ സാറേ ആ ബൊമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്? സാറേ, എനിക്കത് വാങ്ങിച്ചാ സാറേ.
ഞാനിട്ടാ നന്നായിട്ട് ചേരും. അതോ അതിനെന്ത് വിലയാവുന്നു നിന്റെ വിചാരം? ഞാൻ അപ്പോഴേ പറഞ്ഞ എന്നെ കൊണ്ടുവന്ന ചെലവ് കൂടുന്നു. ഇങ്ങനെ ഞഞ്ഞാമിഞ്ഞ പറയാനാണെങ്കിലേ ഞാനില്ല, എന്നെ ജയിലിൽ കൊണ്ട് വിട്ടര്. കാശില്ലെങ്കിൽ പിന്നെ പോലീസാണെന്ന് പറഞ്ഞാൽ അതിന് എന്താ സാറേ കാര്യം? സാർ ഇത്ര പശിക്കനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറിന് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? സാറെന്തിനാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചതാ, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ജയിലിൽ വിട്ടേര്, ഞാൻ പോയിക്കോ. എങ്ങനെയുണ്ട് സാറേ, കലക്കിട്ടില്ലേ? സാറിന്റെ ഒപ്പം ഇങ്ങനെ ടിപ്പ് ടോപ്പ് ആയിട്ട് നടന്നില്ലെങ്കിലേ ഞാൻ വല്ല ജയിൽ പുള്ളിയാണെന്ന് കാണുന്നവർക്ക് തോന്നും. തനിക്കൊന്നും മിണ്ടാതെ നടക്കാമോ? അതൊന്നും പറ്റില്ല, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കണം, അത് എന്റെ ഒരു നേച്ചറാ. കണ്ടില്ലേ, നല്ല ഉടുപ്പിട്ട് എന്ത് കാര്യം? എഗൈൻ ശങ്കർ ഉണ്ട് കോക്കനട്ട് ട്രീ. നമ്മളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ജയിലിൽ കിടന്ന സുരേഷിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇൻസ്പെക്ടർ ജയദേവൻ. അവർ നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ അവരുടെ കഥ കഴിക്കണം. രാജു താമസിക്കുന്ന സ്ഥലം സുരേഷിനറിയാം. അവർ അവിടെ എത്താൻ സമയം കൊടുക്കരുത്. വേഗം വെക്കുള്ളൂ. അയ്യോ, ഒന്ന് നിർത്താ സാറേ, സാറേ ഒന്ന് നിർത്ത സാറേ. അയ്യോ, ഒന്ന് നിർത്തേ. എന്താണോ? എനിക്കിത്തിരി മൂത്രമൊഴിക്കാനാ സാറേ. ഇവിടെ സാധിച്ചു. ഇതെന്താ സാറേ, വിലം കഴിക്കാതെ എങ്ങനെ മൂത്രമൊഴിക്കുന്നത്? തനിക്ക് വേറൊരു കൈ കൂടെ ഇല്ലേ? അതിന് കൈ കൊണ്ടാണോ മൂത്രമൊഴിക്കുന്നത്? ഒരാളിങ്ങനെ അടുത്തുനിന്ന് എനിക്ക് മൂത്രം പോകില്ല സാറേ. സുഖമായിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ പോലും ഫ്രീഡം എന്ന് വെച്ചാൽ ഇത് എന്തൊരു ലൈഫാണ് സാറേ. ഞാനിങ്ങനെ പോകും കേട്ടോ. ജയിലിലാണെങ്കിൽ വല്ല കുടത്തിലെങ്കിലും മൂത്രമൊഴിക്കാൻ. तेरे सामने तो आवो चलिए, चुप चुप चलने में गुलमाल है. ഇനി വേണമെങ്കിൽ ചാൾസ് ശോഭരാജിനെ വേണമെങ്കിലും പിടിച്ചാൽ വാ പോ. അവനും പോയി, ഇവനും പോയി. സമാധാനമായല്ലോ. ഈ വിലങ്ങ് കൈയിട്ടില്ലായിരുന്നു അവന്മാരെ രണ്ടിനെ ഇപ്പൊ പിടിക്കാൻ പാടില്ലായിരുന്നു. എന്റെ ദേഹത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ. നടക്കടാ, അടിച്ചു ഞാൻ ഞാനത് സംഭവിച്ചു വരും. നടക്കടാ.